ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ തന്ത്രി കണ്ഠരര് രാജീവരുടെ കുടുംബാംഗങ്ങളുടെ അടക്കം സാമ്പത്തിക സ്രോതസ് പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ ഹാജരാക്കി. തന്ത്രിയുടെ ജാമ്യ ഹർജി എതിർത്ത് നൽകിയ റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങൾ SIT സൂചിപ്പിക്കുന്നത്. തന്ത്രിക്കും കുടുംബാംഗങ്ങൾക്കും ധനകാര്യ സ്ഥാപനത്തിൽ വൻ നിക്ഷേപമുണ്ടെന്നാണ് SITയുടെ കണ്ടെത്തൽ. തന്ത്രിയുടെ പേരിൽ 2.05 കോടി രൂപയും ഭാര്യയുടെ പേരിൽ 62 ലക്ഷം രൂപയും നിക്ഷേപിച്ചിട്ടുണ്ടെന്ന് കണ്ടെത്തി. കൊല്ലം വിജിലൻസ് കോടതിയിലാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. തന്ത്രി പൊതുസേവകൻ എന്ന ഗണത്തിൽ പെടുമെന്നും SIT വ്യക്തമാക്കി. തന്ത്രിയുടെ ജാമ്യ ഹർജിയിലെ വാദം പൂർത്തിയായി. ഈ മാസം 18-ന് ജാമ്യ ഹർജിയിൽ വിധി പറയും. അഴിമതി നിരോധന നിയമപ്രകാരമുള്ള നടപടികളിൽ തന്ത്രിയെ ഉൾപ്പെടുത്താൻ കഴിയില്ലെന്ന പ്രതിഭാഗം കോടതിയെ അറിയിച്ചു. പക്ഷേ അതിനെ എതിർത്ത് പ്രോസിക്യൂഷൻ വാദങ്ങൾ നിരത്തി. തന്ത്രി ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥനല്ല എങ്കിലും ദേവസ്വം ബോർഡിന് കീഴിൽ വരുന്നയാളാണ്. പലതവണ പല കാര്യങ്ങൾ പറഞ്ഞ് 2024-25 വർഷത്തിൽ 7 ലക്ഷത്തോളം രൂപ തന്ത്രി ദേവസ്വം ബോർഡിൽ നിന്ന് കൈപ്പറ്റിയിട്ടുണ്ട്. അതിനാൽ തന്ത്രി പൊതുസേവകൻ എന്ന ഗണത്തിൽ പെടുമെന്നും അഴിമതി നിരോധന നിയമം ബാധകമാണെന്നും പ്രോസിക്യൂഷൻ വ്യക്തമാക്കി. അതേസമയം ശബരിമല കൊടിമര മാറ്റത്തിൽ പ്രാഥമിക അന്വേഷണം നടത്തും. അന്വേഷണത്തിന് പ്രത്യേക വിജിലൻസ് സംഘത്തെ നിയമിച്ചിട്ടുണ്ടെന്നാണ് വിവരം. ഇതിനിടെ ശബരിമല സ്വർണ്ണക്കൊള്ള തിട്ടപ്പെടുത്താൻ കൂടുതൽ ശാസ്ത്രീയ പരിശോധന വേണമെന്ന SITയുടെ ആവശ്യം ഹൈക്കോടതി അനുവദിച്ചു. മുംബൈ ഭാഭ ആറ്റോമിക് റിസർച്ച് സെന്റർ, ജംഷഡ്പൂർ നാഷണൽ മെറ്റലർജിക്കൽ ലബോറട്ടറി, ഹൈദരാബാദ് ഡിഫൻസ് മെറ്റലർജിക്കൽ റിസർച്ച് ലബോറട്ടറി എന്നിവയിലൊന്നിൽ പരിശോധിക്കാനാണ് തീരുമാനം. 12-ന് ശബരിമലയിൽ നിന്ന് സാമ്പിൾ ശേഖരിക്കാനും അനുമതി നൽകി. ശബരിമലയുടെ പരിശുദ്ധിയെ പോലും ബാധിച്ച സ്വർണ്ണാപഹരണ കേസിന്റെ വിചാരണയ്ക്ക് അതിസൂക്ഷ്മമായ ശാസ്ത്രീയ തെളിവുകൾ അനിവാര്യമാണെന്നും വിലയിരുത്തിയാണ് ജസ്റ്റിസ് B. രാജ വിജയരാഘവൻ, ജസ്റ്റിസ് K. വിജയകുമാർ എന്നിവരുൾപ്പെട്ട ദേവസ്വം ബെഞ്ചിന്റെ നടപടി. ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം.